നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. മാർക്കറ്റ് അതിരാവിലെ തന്നെ വളരെ വലിയ തോതിൽ ബുള്ളിഷായിരുന്നു. ബുള്ളിഷായ മാർക്കറ്റിൽ ഫർദറായിട്ട് കോള് ബൈ ചെയ്യാൻ എല്ലാ ആളുകൾക്കും പേടി. കാരണം മാർക്കറ്റ് വലിയ തോതിൽ ഉയർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. എന്നാൽ പിന്നെ പൊട്ട് ബൈ ചെയ്യാനോ അതും പേടി. കാരണം മാർക്കറ്റ് മുകളിലേക്ക് കയറുകയാണ്. ഈ ഒരു അവസ്ഥയാണ് ഭൂരിഭാഗം ഓപ്ഷൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ച്. മാർക്കറ്റ് രാവിലെ കണ്ട ആ ഒരു ബുള്ളിഷ്നെസ് പതിയെ കുറഞ്ഞ് നിഫ്റ്റിയും സെൻസെക്സും എല്ലാം തന്നെ റെഡിൽ അടച്ചൊരു കാഴ്ചയാണുള്ളത്. രാവിലെ പ്രീ മാർക്കറ്റിൽ കണ്ട പോലെ തന്നെ ഇന്നലെ US മാർക്കറ്റും ഇതേ അവസ്ഥയിലാണ് ട്രേഡ് ചെയ്തത്. US നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്, കൂടാതെ തന്നെ US നിന്ന് Q1 റിസൾട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ കാത്തിരിക്കുകയാണ് ഗ്ലോബൽ നിക്ഷേപകർ. ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ആയിരിക്കാം ഇനി ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിക്കുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ യെസ്റ്റർഡേ ക്ലോസ് കാണാം. യെസ്റ്റർഡേ ക്ലോസിൽ തന്നെയാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ആയിരിക്കുന്നത്. എന്നാൽ നിഫ്റ്റി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് 22,760 മറികടന്ന് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് 130 പോയിന്റ് മുകളിലേക്ക് പോയിരുന്നു. ആ നിഫ്റ്റിയാണ് ഫോൾ ആയിട്ട് 22,645 എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള ഇന്നത്തെ അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം. ഇന്ന് സെൻസെക്സ് ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ICIC, ഇൻഫോസിസ്, HDFC ബാങ്ക് തുടങ്ങിയ കമ്പനീസ് നിഫ്റ്റിനെ പരമാവധി സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വേദാന്ത 52 വീക്ക് ഹൈ ആണ്. ഷുഗർ സെക്ടർ റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. റിയാലിറ്റി കമ്പനീസ് കുറച്ച് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് വിശദമായിട്ടുള്ള സ്റ്റോക്കിംഗ് ന്യൂസിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുമ്പോൾ നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും ഏകദേശം 23 പോയിന്റ് മൈനസായിട്ടും സെൻസെക്സ് 58 പോയിന്റ് മൈനസായിട്ടും നിഫ്റ്റി ബാങ്ക് 148 പ്ലസ് ആയിട്ടുമാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. നിഫ്റ്റിയിൽ അപ്പോളോ ഹോസ്പിറ്റൽ, ഹിൻഡൽകോ, ICIC ബാങ്ക്, ബജാജ് ഫിനാൻസ്, ഇൻഫോസിസ് തുടങ്ങിയ കമ്പനീസാണ് നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ടൈറ്റാൻ, കോൾ ഇന്ത്യ, ഹീറോ മോട്ടോകോർപ്പ്, റിലയൻസ്, ഏഷ്യൻ പെയിൻറ്റ് തുടങ്ങിയ കമ്പനീസ് ഇന്ന് ശക്തമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം കാണാം, ഏറ്റവും ടോപ്പിൽ നിന്ന് കാണാം. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് ഒരു സിംഗിൾ ഡേ കൊണ്ട് $12 ഗോൾഡ് ഉയർന്ന് $22,351 പെർ ഔൺസ് എന്ന നിലയിലേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് എത്തി നിൽക്കുകയാണ്. അപ്പോൾ 2,400 ഇപ്പോൾ ഗോൾഡ് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അതിന് താഴെ കാണാൻ സാധിക്കും ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ പൊതുവേ ഫ്ലാറ്റായ രീതിയിൽ ക്ലോസിംഗ് നടത്തി. കൊറിയ റെഡിൽ അടച്ചിരുന്നു. നിക്കി ജപ്പാൻ മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. അതിനുശേഷം കാണാൻ സാധിക്കുന്നത് ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന മൈനസും, ബിറ്റ്കോയിൻ ഏകദേശം 1,600 പോയിന്റ് ഇടിവും, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന UK, ജർമ്മൻ, ഫ്രാൻസ് മാർക്കറ്റ് ഇടിവിലുമാണ് ഉള്ളത്. ഇന്ത്യ വിക്സ് ഇന്ന് 2.2% ഒരു ഫോൾ ഉണ്ടായി. ഏകദേശം ഒരു 11.35 എന്ന നിലയിലാണ് ഉള്ളത്. നമ്മുടെ നാട്ടിൽ പെരുന്നാൾ, അതായത് ബക്രീദ് എല്ലാം തന്നെ എന്നാണെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ധാരണ ഇന്ന് രാത്രിയാണ് വരികയുള്ളൂ. എങ്കിൽ കൂടിയും NSE ക്ലോസ് ആയിരിക്കുന്നത് വ്യാഴാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ നാളെയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി നാളെ ഉണ്ടാകും. അതായത് നാളെ ബാങ്ക് നിഫ്റ്റിയും ഒരുമിച്ച് എക്സ്പയർ ആവുന്ന ഒരു അവസ്ഥയാണ് നാളെ ഉണ്ടാകുക. ഓൾറെഡി തന്നെ നിഫ്റ്റിയുടെ 22,000 എല്ലാം തന്നെ അത്യാവശ്യം നല്ല പ്രീമിയം ഉണ്ട്. അതുപോലെ തന്നെ 23,000 മീൻസ് സ്പോട്ടിൽ നിന്ന് വളരെ അകലെയുള്ള സ്ട്രൈക്കിന് പോലും നല്ല വലിയ രീതിയിലുള്ള പ്രീമിയംസ് എല്ലാം തന്നെ കാണുന്നുണ്ട്. എങ്കിലും മാർക്കറ്റ് കൺസോളിഡേറ്റ് ആണ്. ഇപ്പോൾ പ്രോഫിറ്റൊക്കെ ചെറിയ തോതിലൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇൻഫോസിസ് പോലെയുള്ള കമ്പനീസ് ഇന്ന് റാലി രേഖപ്പെടുത്തിയപ്പോൾ അതിനൊരു ടെക്നിക്കൽ വശം കൂടി ഉണ്ടായിരുന്നു. ഇൻഫോസിസിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾ 200 ഡേ DMA അല്ലെങ്കിൽ SMA അല്ലെങ്കിൽ EMA എന്തായാലും നിങ്ങൾ ജസ്റ്റ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കും ഇൻഫോസിസ് കൃത്യമായിട്ട് 200 അതിൻ്റെ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് അല്ലെങ്കിൽ സിമ്പിൾ മൂവിങ് ആവറേജ് എല്ലാം തന്നെ സപ്പോർട്ട് എടുത്ത്, അതായത് ക്രോസ് ചെയ്ത ഒരവസ്ഥയിലാണ് ഇൻഫോസിസിനുള്ളത്. അതാണ് ടെക്നിക്കലായിട്ടുള്ള വശം. ഇനി ന്യൂസ് ബേസ്ഡായിട്ട് ഇൻഫോസിസിന് മറ്റുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പല സ്റ്റോക്കുകളുടെ എല്ലാം തന്നെ ബ്രേക്കൗട്ടുകൾ ഏതൊക്കെ ഇപ്പോൾ ഇൻഫോസിസ് ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ 200 DMA എത്തി നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പല സ്റ്റോക്കുകളും ഓവർ സോൾഡ് ആയിട്ടുള്ള റേഞ്ചുകൾ, ഓവർ സോൾഡിൻ്റെ ആ ഒരു ക്രൈറ്റീരിയ വന്ന് നിൽക്കുന്ന റേഞ്ച് എത്രയാണ്, 30 താഴെ ഓവർ സോൾഡ് ആയിട്ടുള്ള റേഞ്ചൊക്കെ എത്രയാണ് എന്ന് കാണിച്ചിരുന്നത്. ഓവർ സോൾഡ് കാണുന്നത് RSI ആണ്, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സിലൂടെയാണ് നമുക്ക് ഓവർ സോൾഡ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരം സ്റ്റോക്കുകളൊക്കെ നമുക്ക് പിക്ക് ചെയ്യാൻ സാധിക്കും.
പല ചാർട്ടിങ് അതല്ലെങ്കിൽ സ്ക്രീനർ പോലെയുള്ള വെബ്സൈറ്റ്സ് എല്ലാം തന്നെ അതിനു വേണ്ടി ഉപയോഗിക്കുക. ഞാൻ കുറേ ദിവസങ്ങളായിട്ട് അത്തരത്തിലാണ് സ്റ്റോക്കുകളിൽ കയറാൻ ശ്രമിക്കുന്നത്. കാരണം സ്റ്റോക്കിൽ ഇനി നമ്മൾ ഫർദറായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കുക. കാരണം നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈയിലാണ് ഉള്ളത്. ഇലക്ഷന് മുമ്പേ തന്നെ റാലി രേഖപ്പെടുത്തിയ അവസ്ഥയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. എനിവേ, നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് വരിക. മാരുതിയായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത് 2 കാര്യമുണ്ട്. മാരുതി 40 ലക്ഷം വാഹനങ്ങൾ പെർ ആനം അവർ അടുത്ത 7-8 വർഷത്തിലേക്ക്, നെക്സ്റ്റ് 7-8 വർഷത്തിലേക്ക് പ്രതിവർഷം 40 ലക്ഷം യൂണിറ്റാണ് അവർ ഉൽപ്പാദനം നടത്തുന്നത്. ഇത് ഇന്ത്യയിലേക്ക് വേണ്ടി മാത്രമല്ല, മാരുതി പുറത്തേക്കും കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതൊരു ന്യൂസ്. മോർഗൻ സ്റ്റാൻലി മാരുതിയുടെ ടാർഗറ്റ് പ്രൈസ് ഉയർത്തി എന്നുള്ളതാണ് രണ്ടാമത്തെ ന്യൂസ്. സ്ട്രൈഡസ് ഫാർമ അവരുടെ പുതിയ മെഡിസിന് ഡ്രഗ് കൺട്രോൾ അതോറിറ്റി, US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം കൊടുത്തതായിട്ട് മറ്റൊരു ന്യൂസ് ഉണ്ട്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 22,500 കോടി രൂപ ഇവരുടെ ഗൈഡൻസ്, ഇവരുടെ റവന്യൂ ഗൈഡൻസ് കമ്പനി കൈവരിച്ചു എന്നുള്ള ന്യൂസ്. ടാറ്റ മോട്ടോഴ്സ് ഇവരുടെ GLRൻ്റെ സെയിൽസ് എല്ലാം തന്നെ 11% വളർച്ച കൈവരിച്ചു. ഡിക്സൺ ടെക് സ്മാർട്ട് റൂല് 56% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. ഗ്ലാൻ ഫാർമ ഒരു ബ്ലോക്ക് ഡീൽ വഴി 5.5% ഇവരുടെ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്ലാൻ ഫാർമ ഇന്ന് ഇടിഞ്ഞു. ഏവിയേഷൻ, ഡൊമസ്റ്റിക് എയർ ട്രാഫിക് എല്ലാം തന്നെ 30% ഒരു സ്പൈക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൺസൂൺ, ഇന്ത്യ ഒരു നമുക്കറിയാം കാർഷിക രാജ്യമാണ്. അപ്പോൾ മൺസൂൺ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എക്സ്പെക്റ്റഡ് മൺസൂൺ സഫീഷ്യൻ്റ് ആയിട്ടുള്ള റെയിൻ മൺസൂൺ കിട്ടുമെന്നാണ് കാലാവസ്ഥ ഉദ്യോഗസ്ഥർ, അവരുടെ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കിട്ടുമെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട്. എങ്ങനെയായി തീരുമെന്ന് നമുക്കറിയില്ല. ഇനിയും കുറച്ച് റിപ്പോർട്ടുകളൊക്കെ വരാനുണ്ട്. ആസ് ഓഫ് നൗ കിട്ടുമെന്നാണ് റിപ്പോർട്ട്. ഇൻഫോസിസ് BofA എന്ന് പറയുന്ന BofA സെക്യൂരിറ്റീസ് ഇൻഫോസിസിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഷുഗർ സെക്ടേഴ്സ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഷുഗർ പ്രൊഡക്ഷൻസ്, എത്തനോളിൻ്റെ പെട്രോളിലെ എത്തനോൾ അംശത്തിൻ്റെ ആ ഒരു പ്രൊപ്പോർഷന് വേണ്ടിയിട്ട് ഗ്രീൻ സിഗ്നൽ കൊടുത്തു. അപ്പോൾ ഇന്ന് ഷുഗർ സെക്ടർ റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. രേണുക, ബൽറാമുൻ ചിനി തുടങ്ങിയ സ്റ്റോക്കുകൾ നേട്ടം കൈവരിച്ചു. ICC ലോംബാർഡ് കമ്പനി പോളിസി ബസാറായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. BEL കമ്പനി 6,000 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടി. ഐഡിയ താരിഫ് ഹൈക്ക്, അതായത് മൊബൈലിനെല്ലാം തന്നെ മൊബൈലിൻ്റെ പ്രൈസ് അല്ല, നെറ്റിൻ്റെയും കോളിനെല്ലാം തന്നെ റേറ്റ് ഉയർത്തുകയാണെന്നുള്ള ന്യൂസ് ഐഡിയ. നറ്റ്കോ ഫാർമ USFDA ഒരു വാർണിംഗ് ലെറ്റർ ഇഷ്യൂ ചെയ്തു. സ്ട്രൈഡസ് ഫാർമ പുതിയ 60 മെഡിസിൻ US അടുത്ത 3 വർഷത്തിനുള്ളിൽ കമ്പനി ലോഞ്ച് ചെയ്യും. JTL ഇൻഡസ്ട്രീസ് കമ്പനി ഇവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്തുകയാണ് എന്നുള്ള ന്യൂസാണ് നമുക്ക് ആസ് ഓഫ് നൗ ഇപ്പോൾ ഉള്ളത്. എനിവേ, ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, മറ്റുള്ള ഡീറ്റെയിൽസിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പുതിയതായിട്ട് ഒരു സ്വിംഗ് കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പൊതുവേ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ കോഴ്സ് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വിംഗ് കോഴ്സ് പൊതുവേ മാർക്കറ്റിലേക്ക് പുതിയ വരുന്ന ആളുകൾക്ക് കൂടുതൽ ഉപകാരപ്പെടും. നിലവിലുള്ള ആളുകൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 200 DMA പിക്ക് ചെയ്യുക, പല സ്റ്റോക്കുകളിലെ ബ്രേക്കൗട്ട് സ്റ്റോക്കുകളെ നമ്മൾ പല ടൂൾസ് ഉപയോഗിച്ച്, ഫ്രീ ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ച് കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ സ്വിംഗ് കോഴ്സിലുള്ളത്. FNO കോഴ്സ് നിലവിലുണ്ട്. അപ്പോൾ ഇനി താല്പര്യമുള്ള ആളുകളെല്ലാം തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. താങ്ക് യു ഓൾ.